അപ്പോൾ റിസർച്ചിലാണ് നമുക്ക് കൃത്യമായിട്ട് കൺസ്യൂമർ മൈൻഡ് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ ഒരുപാട് സോഫ്റ്റ്വെയർ ഉണ്ട്. ഇപ്പോൾ മീഡിയ പ്ലാനിങ്ങിന് സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ തന്നെ ലക്ഷക്കണക്കിന് രൂപ ആനുവൽ സബ്സ്ക്രിപ്ഷൻ കൊടുത്തിട്ടാണ്. എനിക്ക് തോന്നണില്ല ഇവിടെ അധികം പേര് അതിന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെന്ന്. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ ഒരു ക്യാമ്പയിൻ ചെയ്യണമെങ്കിൽ ഏത് കണ്ണുമുട്ടനോട് ചോദിച്ചാലും മനോരമ, മാതൃഭൂമി, ഏഷ്യാനെറ്റ്, സൂര്യ അല്ലെങ്കിൽ അങ്ങനെ പറയും. ഇതിനെന്ത് റിസർച്ച് ചെയ്യാനാണ്. പക്ഷേ റിസർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ഡാറ്റാസ് കിട്ടും. അതായത് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ഇപ്പോൾ 18 മുതൽ 25 വരെയുള്ള പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ഏത് ചാനലിൽ ഏത് പ്രോഗ്രാമാണ് കണ്ണെന്ന് നോക്കണം. അല്ലാണ്ട് കണ്ണടച്ച് ഇപ്പോൾ ഏഷ്യാനെറ്റാണ് അതിലേറ്റവും കൂടുതൽ പോകുന്ന ഒരു സീരിയലിലേക്ക് ഇടുന്നതിലല്ല അർത്ഥം. നമുക്ക് ആ നമ്പേഴ്സ് കാണുമ്പോൾ അറിയാം ഏതാണ് നമുക്ക് റിട്ടേൺസ് കൂടുതൽ കിട്ടുക എന്ന് നോക്കിയിട്ട് വേണം മീഡിയ പ്ലാൻ ചെയ്യാനായിട്ട്.